സബ് ജൂനിയർ വിഭാഗത്തിന്റെ മദഹ്ഗാന മത്സരമാണ് വേദിയിൽ നടക്കാനിരിക്കുന്നത്. മത്സരാർത്ഥികൾ സജ്ജരാവുക. ലെറ്റർ ഐ ഈസ് ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അബദ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കൾ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1498 മിലാദാഘോഷത്തിന്റെ ഭാഗമായി സഅദിയ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് സംഘടിപ്പിച്ച ഗ്രാവിറ്റാസിന്റെ മഹനീയ വേദിയിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത്തരുണത്തിൽ അവിടുത്തെ അവദാനങ്ങളിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. 6-ാം നൂറ്റാണ്ടിലെ അന്ധകാരത്തിൽ അറബിയുടെ തെരുവീതികളിൽ മദ്യവും പെണ്ണും ആഘോഷമാക്കി ലക്ഷ്യബോധമില്ലാതെ സഞ്ചരിച്ചിരുന്ന ഒരു സമൂഹത്തെ അറിവും സംസ്കാരവും നൽകി പരിവർത്തിപ്പിച്ചെടുത്ത വിശ്വഗുരുവാണ് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക ചരിത്രത്തെ മാറ്റിമറിച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പങ്കുവഹിച്ച ഒരാളെയും ചരിത്രകാരന്മാർ എവിടെയും അടയാളപ്പെടുത്തിയിട്ടില്ല. തൗഹീദിന്റെ സംസ്ഥാപനമായി നിയോഗിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ആവശ്യമായ സർവ്വതല സ്പർശിയായ ഒരു മാർഗരേഖ വരച്ചു കാണിച്ചാണ് നമ്മിൽ നിന്നും കടന്നുപോയത്. കേവലം 23 വർഷക്കാലം കൊണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് ഉച്ചസ്ഥരം ലോകത്തോട് പ്രഖ്യാപിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു. മാത്രമല്ല തന്റെ ജീവിതം റോൾ മോഡലാണ്, എന്നെ നിങ്ങൾക്ക് പിന്തുടരാമെന്ന് ധൈര്യസമേതം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ സമകാലിക സമസ്യകൾക്കെല്ലാം തിരുജീവിതത്തിൽ നിന്ന് വ്യക്തമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. മുത്തുനബിയുടെ അധ്യാപനങ്ങളെ വിമർശന വിധേയമാക്കാൻ ശ്രമിച്ച ഓറിയന്റലിസ്റ്റുകളും ആധുനിക സ്വതന്ത്ര ചിന്തകന്മാരും അവിടുത്തെ ദർശനങ്ങളെ ശരിവെക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധിയിൽ നാം കണ്ടത്. വീണ്ടെടുക്കാനാവാത്ത ദാമ്പത്യ തകർച്ച വിവാഹമോചനത്തിന് കാരണമല്ല എന്ന് വിധി പറഞ്ഞവരും ഇസ്ലാം ദർശനത്തെ മുത്തലാഖ് എന്ന് പറഞ്ഞ് പരിഹസിച്ച് കോടതിയിൽ ബിൽ അവതരിപ്പിച്ചവരും ഇന്ന് പറയുന്നത് അനിവാര്യ നിമിഷത്തിൽ ദമ്പതികളെ വിവാഹമോചനത്തിന് അനുവദിക്കണമെന്ന ഇസ്ലാമിന്റെ അധ്യാപനം തന്നെയാണ്. ആക്രമണങ്ങളുടെയും ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും പിണ്ടാമുറങ്ങൾ പരിശോധിച്ചാൽ മദ്യം ഒരു വില്ലനായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക ഭരണ സംവിധാനങ്ങൾ ലഹരി നിർവഹണത്തിന് സർവ്വ അറിവും പറ്റി പരാജയപ്പെടുമ്പോൾ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് റിജ്സും മിൻ അമൽ ശൈത്താനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന പ്രഖ്യാപനത്തോടെ സമ്പൂർണ്ണ ലഹരിമുക്ത സമൂഹമായി തന്റെ ജനതയെ പരിവർത്തിപ്പിച്ചെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾക്ക് പ്രസക്തിയേറുകയാണ്. അത്യാധുനിക സംവിധാനങ്ങളുള്ള ആതുരാലയങ്ങൾ സ്ഥാപിച്ച് ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റം സ്ഥാപിച്ചു എന്ന് വിമലക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ആതുരാലയങ്ങളുടെ വർധനവല്ല, മറിച്ച് അവയുടെ ആവശ്യം തന്നെ ഇല്ലാതാവുകയാണ് ആരോഗ്യരംഗത്തെ മുന്നേറ്റമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവൃത്തിപഥത്തിലൂടെ കാണിച്ചു കൊടുത്തു. തന്റെ നാട്ടിലേക്ക് മുക്കോക്കിസ് രാജാവ് സൗജന്യമായി ഡോക്ടറെ കൊടുത്തയച്ചപ്പോൾ ഇദ്ഹബ് ലാ ഹാലത ലനാ ബിക് നഹ്നു ഖൗമുൻ ലാ നഖുലു ഹത്താ നജൂ വഇദാ അക്കൽനാ ലാ നസ്ബ. ഞങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്നവരാണ്, ഞങ്ങൾ ഈ രോഗികളില്ല, ഞങ്ങൾക്ക് ഡോക്ടറുടെ ആവശ്യവുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടറെ ധൈര്യപൂർവ്വം തിരിച്ചയക്കാൻ സാധിച്ചെങ്കിൽ അതാണ് യഥാർത്ഥ ആരോഗ്യ വിപ്ലവം. ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ബോധ്യപ്പെടുത്താത്ത വിധം കച്ചവടം നടത്തിയ ഒരു വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനഗശ ഫലീസ മിന്നി, ഉപഭോക്താവിനെ കബളിപ്പിക്കും വിധം കച്ചവടം നടത്തുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന തിരുനബിയുടെ അധ്യാപനം വ്യാപാര മേഖലയിലെ മൂല്യച്യുതിക്ക് കൃത്യമായ പരിഹാര ദർശനമാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പഠിപ്പിച്ച് നമുക്ക് വിജയമാർഗങ്ങൾ കാണിച്ചു തന്ന മുത്തുനബിയോടുള്ള സ്നേഹം മനസ്സാ വാചാ കർമ്മണ നമ്മൾ രൂഢമൂലമാണെന്നാണ് നാം യഥാർത്ഥ വിശ്വാസിയാകുന്നത്. അവിടുത്തെ സ്ഥാനത്തോട് നിരക്കാത്ത ഒന്നും നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. തിരുറോള സിയാറത്തിനെത്തി ദുആ ചെയ്യുമ്പോൾ കിബിലക്ക് അഭിമുഖമായാണോ അതോ തിരുനബിക്ക് അഭിമുഖമായാണോ നിൽക്കേണ്ടത് എന്ന ഖലീഫ അബൂ ജഅഫറിന്റെ ചോദ്യത്തോട് നിങ്ങളുടെയും നിങ്ങളുടെ ഉപ്പാപ്പ ആദം നബിയുടെയും വസീലയായ തിരുനബിയെ തൊട്ട് എന്തിനു മുഖം തിരിക്കണം
എടുക്കണമെന്നായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ പ്രതികരണം. റൗളക്ക് പറന്തിരിഞ്ഞ് സെൽഫി എടുത്ത് അതിൽ ഏതാനും ഇഷ്കിന്റെ ഇരടികൾ ചേർത്ത് സ്റ്റാറ്റസ് ഇടുന്ന ആധുനിക മഹബത്തിന്റെ ചിത്രങ്ങൾ യഥാർത്ഥ വിശ്വാസികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഇഷ്കു നബിയുടെയും മഹബത്തിന്റെയും രീതികളെ നാം പകർത്തിയെടുക്കേണ്ടത് സച്ചരിതരായ മുൻഗാമികളിൽ നിന്നാണ്. അവരെ മറികടക്കുന്ന ഒന്നും നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അക്ഷയകനിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അക്ഷരങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാനാവില്ലെന്ന പൂർണ്ണ ബോധ്യമുണ്ട്. സാഗര സമാനമായ തിരുജീവിതത്തിൽ നിന്നും കോരിയെടുത്ത ഒരു കണിക മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. മുത്തുനബി അനുധാവനം ചെയ്ത് പൂർണ്ണ മഹബത്തിലായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Next, letter I.